എൻ്റെ സൈക്കിളിൻ്റെ അവസ്ഥ കണ്ടോ, മൊത്തം ഊരി ഹെഡ് ഊരി. ഇനി അവിടെ ക്ലീൻ ചെയ്ത് റീഫിക്സ് ചെയ്യാൻ പോകട്ടെ. ആശാനപ്പോൾ അകത്തിരുന്ന് കറങ്ങാൻ തുടങ്ങി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ഇന്ത്യ റൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ദിവസം 81. നമ്മൾ നിൽക്കുന്നത് ചണ്ഡീഗഡിൽ. രഞ്ജിത്തേൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ പുള്ളി മാത്രമേ ഉള്ളൂ, ചേച്ചിയും ആരും ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് കേട്ടോ, നല്ല ലേറ്റായിട്ടാണ് എണീറ്റത്. ഫുള്ള് തുണി നനയ്ക്കാൻ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ എല്ലാം അതെടുത്ത് വിരിച്ച് ഉണങ്ങാനിട്ട് കേട്ടോ. ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടു. എന്തായാലും അതൊരു ഭയങ്കര എന്താ പറഞ്ഞേ ഉപകാരമായിപ്പോയി. കാര്യം നമുക്ക് ഒട്ടും വയ്യായിരുന്നു രാവിലെ എണീക്കാനൊക്കെ. അപ്പം അത് നന്നായി. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം 10 മണിയാകാറായി. രാവിലെ ഒരു ചായ കുടിച്ചു. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇവിടെ അവിടെ താമസിച്ച് നൈസായിട്ടോ. ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ, അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാം. 19 ദിവസത്തിന് ശേഷം വീണ്ടും കയറി. എവിടെയാട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? കേരള കിച്ചൺ. യെസ്, കേരള കിച്ചൺ. മലയാളത്തിന്റെ രുചി അറിയാൻ പോകുന്നു. ചെന്നിട്ട് പറയാം. അതെ, അതിൽ ചണ്ഡീഗഡ് കൊള്ളാം കേട്ടോ. ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഗംഭീരമായിട്ട് റോഡാണേലും നല്ല അടിപൊളി. മൊത്തം ഒരു എന്താ പറയുക, ഒരു വില്ല പ്രോജക്റ്റ് ഒരു ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വലിയൊരു ഹ്യൂജ് സിറ്റി അങ്ങനെ നല്ല ഗംഭീരമായിട്ട്. കൂടുതൽ പണിയാൻ പറ്റത്തില്ല. ഓ, അതെല്ലാം മാക്സിമം 3 പറ്റത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ അടിയിൽ ഒരെണ്ണം പണിയാം, ഗ്രൗണ്ട്. അത് കൊള്ളാം. അതുകൂടെ ചേർത്ത് 4. അത് മാക്സിമം അത്രേ പറ്റും. ഇത് മാർക്കറ്റ് മാർക്കറ്റ് ഇപ്പുറത്തോട്ടൊന്നും ചുമ്മാ അവിടെ എവിടെയൊന്നും കൊണ്ടൊന്നും മാർക്കറ്റ് പറ്റത്തില്ല. എല്ലാം അതിന് പ്ലേസ് ഉണ്ട്. ഇതിപ്പോ സ്കൂളാ, ഏവിയാ. എയർപോർട്ട് അടുത്തല്ലേ? എയർപോർട്ടിൽ നിന്ന് കുറച്ചടുത്ത് അങ്ങോട്ട് പോകണം. ഇത് നമ്മുടെ മാർക്കറ്റ് ഇപ്പം കഴിക്കാൻ പോകുന്നത്. 47 മാർക്കറ്റാണ്. സെക്ടർ 47. സെക്ടർ 47 ഞാൻ താമസിക്കുന്നത്. സെക്ടർ 47 മാർക്കറ്റാണ്. ഇതാണ് നമ്മുടെ കേരള കിച്ചൺ. ഓ, എല്ലാം അവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, നമുക്ക് പാർക്ക് ചെയ്യാം. വലിയ പാടാണ് പാർക്കിംഗ് കിട്ടാൻ. ഗെയിമിംഗ് പോലെ. അയ്യോ, അവിടെ വണ്ടി ഉണ്ടല്ലോ. ഇവിടെ എല്ലാം കൊണ്ട് സെറ്റേക്കാല്. ഇതാണ്. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി കേരള കിച്ചൺ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സൈക്കിൾ ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്ന് സൈക്കിൾ സെറ്റാക്കണം. യെസ്, കേരള. ഓ നൈസ്. ബിരിയാണിയൊക്കെ ഇപ്പോഴാണ് കാണുന്നത്, കുറേ നാളിന് ശേഷം. ഉള്ള ആംബിയൻസ് ഉള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടോ കേട്ടോ? വീട്ടിൽ പോയത് മെനു ഉണ്ടോ? കേരള ഫുഡ് കുറേ സാധനമുണ്ട് കേട്ടോ. അപ്പം, ചിക്കറി, നൈസായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. ഇതാ അപ്പം നല്ല കിണ്ണം കാച്ചിയ മുട്ടക്കറി. നല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനിയും സൈക്കിളൊക്കെ കൊണ്ട് ശരിയാക്കണം. അതിന് മുമ്പ് ഒന്ന് കറങ്ങണം. വൈകുന്നേരം ശരിക്കൊന്ന് ചണ്ഡീഗഡ് കാണണം എന്തായാലും. അപ്പം ഹീറോ സൈക്കിൾസ് നിങ്ങൾ വരാം കേട്ടോ. ചുമ്മാ നിങ്ങളെ സ്ഥലമൊന്നും കാണിക്കും. ഇതാണ് അവിടെ വർക്ക് ചെയ്ത കോളേജ് കേട്ടോ. ഈ റൈറ്റ് സൈഡില് ധന്വന്തരി. ആ കാണുന്ന ഗേറ്റ്. ഓക്കെ. പച്ച ഇതുണ്ടോ? ഇതെന്തോ ഇത്? സനാതന ധർമ്മ മന്ദിർ. അമ്പലം, സാധാരണ ഇവിടുത്തെ അമ്പലം. ഇത് ഇവിടുത്തെ 46 മാർക്കറ്റ് കേട്ടോ. മാർക്കറ്റ് ഉള്ളത് മാർക്കറ്റ് മാത്രം, വീടുള്ളിടത്ത് വീട്. അങ്ങനെയാണ് പരിപാടി. ഫ്രീ സ്പേസ് കാണും. പിന്നെ അവിടെ ഒന്നും പറ്റത്തില്ല. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ളത് അവിടെ.
എല്ലാത്തിനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ക്വാർട്ടേഴ്സ് ആണ്. ഇത് ഏതോ SBIയുടെ അങ്ങനെ എന്തോ സാധനം ക്വാർട്ടേഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ സ്ഥലം ഫ്രീ സ്പേസാ. ഇത് പാർക്ക് കണ്ടോ, എല്ലാ സെക്ടറിലും ഇഷ്ടം പോലെ പാർക്കുണ്ട്. ഇതും പാർക്ക് ഇപ്പുറത്ത്. ശരി ശരി ശരി. ഇത് ആണ് മണ്ടി. ഇവിടെ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും മണ്ടിയുണ്ട്. മാർക്കറ്റ്. അപ്പൊ ഇവിടെ ഒന്ന് സാധനം വാങ്ങാം. അതിനാണ് ഞാനിപ്പോ വന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ ചണ്ഡീഗഡ് മാർക്കറ്റ് വന്നു കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. നൈസാ, കൊള്ളാം, പൊളി. ചേട്ടാ പിയർ പോലെ ഉണ്ടോ? പക്ഷെങ്കിൽ അല്ലേ, അതോ പിയറാണോ? ആ പുള്ളി പറഞ്ഞത് ബാബുദാസൻ പറഞ്ഞിട്ടുണ്ടോ പേര്? ബാബുദാസൻ എന്ത് പേരാണോ? വേണ്ട വേണ്ട, ചീത്തയായി പോകും. മാങ്ങ വാങ്ങിച്ചാ കഴിക്കായിരുന്നല്ലേ? മാങ്ങ വാങ്ങിച്ചു കേട്ടോ. ബാബു അപ്പം നമ്മുടെ ബാബുദാസിന്റെ പേര് പിയർ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിയറാണ് കൺഫേം ചെയ്തു. പിന്നെ അപ്പുറത്ത് ഗ്രീൻ ആപ്പിൾ. ഈ ഫ്രൂട്ട്സ് കാണുന്ന ഒരു പ്രത്യേക സുഖമാണ് സത്യം പറഞ്ഞാൽ. എത്ര രൂപയാണ് മാങ്ങയ്ക്ക്? മാങ്ങയ്ക്ക് 1 കിലോ 70 രൂപ. കേട്ടോ, ചേമ്പിൻ്റെ ഇല വിൽക്കാൻ വെച്ചിരിക്കും. തോരൻ വെക്കാനായിരിക്കും എന്തായാലും. ചേമ്പിൻ്റെ ഇല അത് മറ്റേ കറി വെച്ചിട്ട് അല്ല തോരൻ വെക്കുമല്ലോ. അല്ലെങ്കിൽ ചിലപ്പം പൊതിഞ്ഞു കൊടുക്കാനല്ലേ. എല്ലാം തീർക്കണം 4 ദിവസം. आधा किलो दो. ഫ്രണ്ട് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഭംഗിക്ക് വേണ്ടി. നമ്മുടെ വീട്ടിലും അങ്ങനെ. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഫ്രണ്ടിലേക്ക് എൻട്രി ഇല്ല. അത് കൊള്ളാം കേട്ടോ. ഇങ്ങോട്ട് ഫ്രണ്ട് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങാൻ ആക്ച്വലി നിയമപരമായില്ല. പിന്നെ എല്ലാരും അങ്ങനെ ചെയ്ത് വെക്കും. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് സ്പേസ് അല്ല, അതൊരു സ്ഥലം അങ്ങ് ഓരോരുത്തരും എടുക്കുകയാണ്. ഇവിടെ ഒരു മലയാളി സ്കൂളുണ്ട്, സെന്റ് മേരീസോ സെന്റ് ജോൺസോ അങ്ങനെ എന്തോ. കുട്ടികളെവിടെ പഠിക്കുന്നത്? കേന്ദ്രീയ വിദ്യാലയം, സെന്റ് സ്റ്റീഫൻസ് പള്ളി, സ്കൂൾ, മലയാള പള്ളിയാണ്. ഓർത്തഡോക്സ് സിറിയൻ സ്കൂളും ഉണ്ട് ബാക്കിൽ. സെക്ടർ 46 അല്ലേ ഇത്? ഇത് സെക്ടർ 46. മറ്റേ നമ്മൾ പറയുന്നത് 47. ഇങ്ങനെ പോകുന്ന സെക്ടർ 1, 2, 3 ഇങ്ങനെ. അപ്പൊ ഈ സെക്ടറിന്റെ ബാക്കിലുള്ളത് അതേ ഓർഡറിലാണോന്നില്ല. ഇവിടെ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വീണ്ടും തുടങ്ങും. നെക്സ്റ്റ് ഓപ്പോസിറ്റ് അല്ല, ഇങ്ങനെ വീണ്ടും 1, 2, 3, 4, 5 വന്നില്ലേ, 5 ഇവിടുന്ന് തുടങ്ങും. മനസ്സിലായോ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോലെ. ഒന്ന് ആ മൂലം അപ്പുറത്തൊന്നും കണ്ടു തുടങ്ങാം. അങ്ങനെ ആടി ചെയ്ത് വരും. SD കോളേജ് സെക്ടർ 32. ഞാനങ്ങനെ
ഇവിടെ യെല്ലോ ആൻഡ് ഗ്രീൻ ഓട്ടയല്ലേ. പിന്നെ മിക്കവാറും എല്ലാം ഈ കളറായിരിക്കും കേട്ടോ ബിൽഡിങ്. ഈ നമ്മുടെ അങ്ങനെ യൂണിഫോമിറ്റി യൂണിഫോമിറ്റി ഉണ്ട്. ഗവൺമെന്റ് സ്ട്രക്ചറിന് എല്ലാ കളറാണ്, അങ്ങനെ വരെ യൂണിഫോമിറ്റി ഉണ്ട്. പിന്നെ ഇത് ഒരു മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങളുടെ GMC ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഒരു സംഗതിയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയാൽ അങ്ങനെ പോയി സർക്കിൾ റൗണ്ട് അടിച്ച് വേണേ വരാം. ഇത് ചണ്ഡീഗഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒരെണ്ണം. പിന്നെ രണ്ടാമത്തെ ഏതായിരുന്നു ചേട്ടാ? അത് നമുക്ക് ഞാൻ ഉച്ച കഴിഞ്ഞ് പോകുമ്പോൾ പ്രധാനപ്പെട്ട 2 മെഡിക്കൽ കോളേജുകൾ. നിന്റെ യൂട്യൂബിൽ ഇരിക്കട്ടെ ശങ്കരന്റെ. ശങ്കരനും ഗോവിന്ദനും പഠിക്കുന്ന കേവി. കോമഡി എന്ന് വെച്ചാൽ ഗോവിന്ദൻ ഇതുവരെ കേവി വന്നിട്ടില്ല. ഇവിടുത്തെ സ്റ്റുഡന്റ് ഓൺലൈൻ ക്ലാസ് കേന്ദ്രീയ വിദ്യാലയ സെക്ടർ 31 ചണ്ഡീഗഡ്. ട്രിബ്യൂൺ ചോക്ക്. ഇതാണ് ട്രിബ്യൂൺ ചോക്ക്. ഇവിടുന്ന് റൈറ്റ് എടുത്താൽ നേരെ അല്ലേ? അങ്ങോട്ടല്ലേ ദക്ഷിൺ മാർഗ്, പൂർവ്വ മാർഗ്. നമ്മളിപ്പോ ഇങ്ങോട്ട് പോവാം. നല്ലൊരു ഗംഭീര ബസ് പോകുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള മാങ്ങാത്തോട്ടം ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വന്ന കേട്ടോ. ലെഫ്റ്റ് സൈഡ് മുഴുവൻ മാങ്ങ നോക്കിക്കോ, മാന്തോട്ടം. ശരിയാണല്ലോ, വലിയ ഹൈറ്റും ഇല്ല. ദശേരി മാങ്ങ എന്ന് പറയും. ദശേരി എന്ന് പറയും. ഇപ്പൊ കാണും ചിലപ്പോ, അത് ചിലപ്പോ പറിച്ചു തുടങ്ങി തീർന്നു. ദശേരിയുടെ സീസൺ കഴിഞ്ഞു, എന്തോരം പറിച്ചു കാണാനല്ല. ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞാൽ ചിലപ്പോ എല്ലാം മാങ്ങ ഉണ്ടായിരുന്നു. താഴെ വെച്ചേക്കുന്നുണ്ട് ശ്രീ, അത് ശരിയല്ല. പക്ഷെ അപ്പോൾ ഇന്നിവിടെ കുക്ക് ചെയ്തും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ലോ കേട്ടോ, ഞങ്ങൾ 2 പേരും അല്ല, ചേട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എന്താ കേട്ടോ വെക്കുന്നേ? സാമ്പാർ വേറെ എന്താ ഉള്ളേ? ചോറ്, സാമ്പാർ, ചിക്കൻ കറി, ചിക്കൻ ഗ്രില്ല്. പിന്നെ എനിക്ക് വയ്യ എന്ന് തകർത്ത് കിഴങ്ങും ഉണ്ടക്കയും കൂടെ ട്രിപ്പ് പോകാൻ. അതൊക്കെ വേണോ? അത്രയും വേണോ? ഓക്കെ, എന്തായാലും അപ്പം കുറേ നാളിന് ശേഷം കുക്ക് ചെയ്തൊക്കെ കഴിക്കാൻ പോകട്ടോ. എന്തായാലും നമ്മൾ വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിൽ പോലും എന്തായാലും ഹെൽപ്പൊക്കെ ചെയ്തോ കേട്ടോ. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നല്ലേ? ആണല്ലേ? പുറത്ത് നല്ല മഴയാട്ടോ. നമ്മൾ ഈ സമയത്ത് റൈഡ് ചെയ്യായിരുന്നെങ്കിൽ ഇത് മുഴുവൻ നനയേണ്ടി വന്നേനെ. എന്താ ഗംഭീര മഴ നടക്കും. പക്ഷെ നല്ല ആംബിയൻസ് കേട്ടോ ഈ മഴ കാണാനൊക്കെ നല്ല. പക്ഷെ മഴ നനയാനും നല്ലതാണ്. പക്ഷെ ഒരുപാട് നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇത്രയും ഭയങ്കര പാടാണ് നമുക്ക്. നേരെ ഓപ്പോസിറ്റാണ് കാണുന്ന ഒരു അയ്യപ്പ ടെമ്പിളാണ് കേട്ടോ, മലയാളികളുടെ ഒരു അമ്പലമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കൊള്ളാം, പൊളി. വിസിലടിക്കുമല്ലോ, ഇനി അടിക്കും. ഇനി തുറന്നിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ വിസിൽ വരുമല്ലോ. അങ്ങനെ നമ്മുടെ സാമ്പാർ അപ്പുറത്ത് തിളയ്ക്കുന്നു, നമ്മുടെ ചോറായി. അപ്പോൾ ഇനി ഗ്രില്ലിങ് ചിക്കൻ, പിന്നെ കുറച്ച് ചിക്കൻ കറി നമ്മുടെ ഇന്നലത്തെ ഇരിപ്പുണ്ടല്ലേ ഏട്ടാ? ഇന്ന് ചൂടാക്കിയാൽ ഇന്നത്തെ ലഞ്ച് അങ്ങോട്ട് തകർക്കാം. ചിക്കൻ മയമാണ്. അതെ. ഓ ഗ്യാസ് ഇല്ല, നിങ്ങള് ഞങ്ങൾക്കില്ല. എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഓടുന്നുണ്ട്. ചിക്കൻ എനിക്ക് കുഴപ്പമില്ല. ആണല്ലേ? ഇത് മറ്റേതല്ലോ, എന്താ കാർബോഹൈഡ്രേറ്റ്, കാർബോ അല്ല. നല്ല മനോഹരമായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഫുൾ മസാലയൊക്കെ വെച്ച്. ഇനി ഇതിനെ ഇവിടെ തകർത്താണ്. ഗ്രിൽ ആശാനപ്പാകത്തിരുന്ന് കറങ്ങാൻ തുടങ്ങി. യാ പുളി. മഴയത്ത് നമ്മുടെ സൈക്കിൾ രണ്ടും അങ്ങോട്ട് കഴുകി എടുത്തു കേട്ടോ. കുറച്ചുകൂടെ കഴുകാൻ എളുപ്പമായി. അങ്ങനെ ഫുള്ള് ക്ലീനായി. ഇനി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഗിയർ കേബിളൊക്കെ ചേഞ്ച് ചെയ്യണം. മഴ മാറിയിട്ട് വേണം പോകാൻ. എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി. ഇതാ പടച്ചട്ടയൊക്കെ അണിഞ്ഞ് പുറത്തേക്ക് എടുത്ത്. യെസ്,
ഇങ്ങനെ ഗ്രില്ല് സെറ്റായി. സാമ്പാറും ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടെ ഫുഡ് കഴിക്കുന്ന ഏരിയയിലോട്ട് അങ്ങനെ നീങ്ങിയാൽ മതി. ഹലോ, അപ്പോൾ സമയം ഇപ്പം 3 മണി കഴിഞ്ഞു കേട്ടോ. കാര്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മൾ ഏതാണ്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ്. കാര്യം എണീക്കാനൊക്കെ ഒത്തിരി ലേറ്റ് ആയി. അപ്പം ഇതാ രഞ്ജിത്തേട്ടൻ തന്നെ കുക്ക് ചെയ്ത് ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കനുണ്ട്, ചോറ്, ആലുണ്ട്, സാമ്പാറുണ്ട്. എനിക്ക് വയ്യ, തകർക്കും. ഇതാ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് നമുക്ക് സൈക്കിൾ ശരിയാക്കാൻ പോകണം. മഴ മെല്ലെ ഇപ്പോഴും പെയ്യുന്നുണ്ട്, മാറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ്. എന്തായാലും ടേസ്റ്റി ഫുഡൊക്കെ വീണ്ടും കഴിക്കാൻ തുടങ്ങി. ഹോട്ടൽ ഫുഡ് അല്ലാതെ ഹോംലി ഫുഡ് വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ചേട്ടാ തുടങ്ങല്ലേ? പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാന ഉദ്ദേശമായ സൈക്കിൾ ഷോപ്പിൽ വന്നു കേട്ടോ. ദാ ഹീറോ സൈക്കിൾസ് ചണ്ഡീഗഡിൽ വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡിറൈലർ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. ഈ ഡിറൈലർ പൊട്ടിയ സാധനം വെച്ചിട്ടാണ് നമ്മൾ ആ മൊത്തം എവിടെ തൊട്ടായിട്ടാണ് നമ്മൾ റൈഡ് ചെയ്ത് മണാലി തൊട്ട് ജിസ്പ തൊട്ടിട്ട് ജിസ്പ തൊട്ടിട്ട് നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് കേബിള് ചേഞ്ച് ചെയ്തതാണ്. ഫുള്ള് ചള്ള കയറിയിരിക്കുക. അതിനകത്ത് ഡസ്റ്റ് അടിച്ചിട്ട് ബസ്സിന് മഴഞ്ഞ് നാശിക്കും. കഴുകി കേട്ടോ, മഴയെ തിരക്കി വെച്ച് കഴുകിയതാണ്. എൻ്റെ സെറ്റായി കേട്ടോ, ശരിയാക്കി. എത്ര രൂപയാണെന്നറിയില്ല, കേബിൾ ചേഞ്ച് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇത് ബ്രോയുടെ വന്നപ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. നോക്കാം. ഓരോ ബാക്കിലത്തെ തെറ്റായിട്ടുണ്ട്. രണ്ടുകൂട്ടയും കൂടെ ഒന്ന് ശരിയായാണ്. ഇതാ അപ്പം കിരൺ ബ്രോയുടെ ഫുള്ള് ഗിയർ അങ്ങ് മാറുക കേട്ടോ. ഗിയറും ബ്രേക്കും ഷിമാനോയുടെ തന്നെ. 2000 രൂപയായി, അതാണൊരു വിഷയം. അപ്പതാ പുതിയ ഗിയറും ഷിഫ്റ്ററൊക്കെ ഇട്ട് കേട്ടോ. ഷിമാനോയിലേക്ക് വന്നു. മറ്റേത് ഏതായിരുന്നു? മൈക്രോ ഷിഫ്റ്റ് മാറിയിട്ട് ഷിമാനോയിലോട്ട് വന്നു. എന്തായാലും അത് പൊളിച്ച് സന്തോഷമായില്ലേ? ഈ എൻ്റെ സൈക്കിളിൻ്റെ അവസ്ഥ കണ്ടോ? മൊത്തം ഊരി, ഇതാ ഹെഡ് ഊരി. ഇനി അവിടെ ക്ലീൻ ചെയ്ത് റീഫിക്സ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ അവന് ശരിക്കും മലയും കുന്നും എല്ലാം കയറി കഷ്ടമുണ്ട് കേട്ടോ. ഇത്രയും ഓടി. അപ്പോൾ അവനെ ഫുള്ള് റീപ്ലേസ് ചെയ്ത് തകർക്കും. പാർക്ക് 6 മണി വരെ ഉള്ളു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ കോവിഡ് കാരണം കേട്ടോ ഇതൊക്കെ. ആണോ? ഉണ്ട്. അല്ലെങ്കിൽ 6 മണിക്കൊന്നും വയ്ക്കുന്നതല്ല. Exit the roundabout onto Sarovar Path. In 500 meters, your destination will be on the right. നേരെ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നതാണ് സുക്ന ലേക്ക്. ചണ്ഡീഗഡിൽ പ്രധാനമായിട്ട് എടുത്തു പറയത്തക്ക ഒരു സ്ഥലം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതാണത് സുക്ന ലേക്ക്. ഇതും ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അതിൽ പക്ഷേ ഭയങ്കര ക്രൗഡഡാണ് കേട്ടോ ഇവിടെ. ഇതാ നല്ല അത്യാവശ്യം നല്ല ക്രൗഡഡാണ് സുക്ന ലേക്ക്. ചണ്ഡീഗഡ്, ദ സിറ്റി ഓഫ് പീസ്. ഒരു ഗംഭീര പ്ലേസ് കേട്ടോ. കാര്യം നമുക്ക് വൈകുന്നേരം രാവിലെയൊക്കെ വന്നിട്ട് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ശാന്തിയായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്താ പറയുക, ഫുള്ള് മരങ്ങളും ഭയങ്കര എന്താ പറയുക നൈസായിട്ട്
ഗംഭീരമായിട്ട് ഫുള്ള് ചെയ്തിരിക്കുന്ന ഒരു സ്പേസാണ്. എന്താ പറയുക, ഒരാളെ നമ്മൾ കണ്ടു സ്പോട്ട് ഡ്രോയിങ് ചെയ്യുന്ന. തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരാളെ കണ്ടുണ്ട് കേട്ടോ സ്പോട്ട് ഡ്രോയിങ് ഒക്കെ. എന്താ പറയുക, ഇതൊരു വൻ കഴിവ് തന്നെയാണ് കേട്ടോ. നമുക്കങ്ങനെ എന്താ പറയുക, ചെറിയൊരാൾ അവിടെ സ്ട്രീറ്റിലിരുന്ന് വരയ്ക്കുക എന്നൊന്നും നമുക്ക് പറഞ്ഞങ്ങനെ ചെറുതാക്കാൻ പറ്റത്തില്ല. ഇതൊരു എന്താ പറയുക, വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് പുള്ളി. പിന്നെ ഇരിക്കുന്നത് സ്ട്രീറ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്താ, ഇപ്പം എവിടെ വേണേലും ഇരുന്ന് വരയ്ക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ ഒരുപാട് എന്താ പറയുക, ചെറിയ ചെറിയ ഷിക്കാരാസും ചെറിയ ഹൗസ് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളിപ്പം കുറേ നാളിന് ശേഷം അല്ലെങ്കിൽ ഉദയ്പൂറിന് ശേഷം നമ്മൾ കാണുന്ന ഒരു ആർട്ടിഫിഷ്യലിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പുഷ്കറിന് നമ്മൾ കണ്ടു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കിഡ്സിന് പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റാണ് ഇട്ടിരിക്കുന്നത്. ഒരു റൗണ്ടിന് 200 എന്താ പറയുക അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നു. എന്തായാലും കൊള്ളാം. നമ്മളിപ്പം ഈ ലെഫ്റ്റ് സൈഡ് എൻഡിൽ വന്നു കേട്ടോ ഈ ഒരു ലേക്കിൻ്റെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുൾ അങ്ങോട്ട് അങ്ങേ അറ്റം വരെ പോകാം. അവിടെ എല്ലാം നല്ല ക്രൗഡഡ് ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിനടുത്തൊരു ഐലൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ സർക്കിൾ ചെയ്തിട്ട് ഈ ബോട്ട്സ് എല്ലാം പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം. പാർക്കുകളുണ്ടല്ലേ? ഇഷ്ടം പോലുണ്ട്. ഇപ്പോൾ ചണ്ഡീഗഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ, അതായത് ഇങ്ങനത്തെ ബോർഡുകളൊക്കെ വേറെ എങ്ങും ചെന്നാൽ കാണാൻ പറ്റില്ല. സൈക്കിൾ ട്രാക്ക് ഹെഡ് കണ്ടോ, സൈക്കിളിന് പ്രത്യേകമായ പാതയുണ്ട്. സൈക്കിളിനെ ഇത്രത്തോളം പരിഗണിക്കുന്ന വേറൊരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം. എന്താ വേറൊരു കാര്യം ഞാൻ കാണിക്കാം. ഉണ്ടോ സൈക്കിൾ സ്റ്റാൻഡ്. ഈ കാണുന്നത് മുഴുവൻ സൈക്കിളിന് വേണ്ടി മാത്രമുള്ള ഏരിയ കേട്ടോ ഇത്. ഉണ്ടോ ഇത്രയും സൈക്കിൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. അതായത് നമ്മൾ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ സൈക്കിളിന് വേണ്ടി മാത്രമുള്ള, അതാ ഇങ്ങനെ അങ്ങ് വരെ ഉണ്ട് സൈക്കിൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. എന്തായാലും ഗംഭീര ഒരു ഫെസിലിറ്റി കേട്ടോ. എന്തോ ഇല്ല
അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ബുധനാഴ്ച കളിക്കാനുള്ള കുറെ സാധനങ്ങളൊക്കെ ആ അതെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കേട്ടിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. സോറി, ചണ്ഡീഗഡിൽ മാത്രം കാണുന്ന അടുത്ത ഒരു സൈക്കിളിൻ്റെ പ്രത്യേകത കേട്ടോ ഇത്. ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് ബൈക്ക് ഷെയറിംഗ് കമ്പനി നൗ ഇൻ ചണ്ഡീഗഡ്. കൊള്ളാലോ. യെസ്, ഇറ്റ്സ് ഇൻ ചണ്ഡീഗഡ്. സ്മാർട്ട് ബൈക്ക്. ഇതെനിക്ക് തോന്നുന്നു ഇലക്ട്രിക് ചാർജ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും റെൻറ്റിന് എടുക്കുന്ന കേട്ടോ ഇവിടുന്ന്. അതൊരു നല്ല കാര്യം എന്തായാലും. വേറെ രാഷ്ട്രം. അപ്പോൾ വൈകിട്ട് ഡിന്നർ കഴിക്കാൻ നമ്മൾ ഇറങ്ങി. രാവിലെ വന്ന മലയാളി ഹോട്ടലിൽ തന്നെ കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ 2 ആൾക്കാരോടുണ്ട്. രഞ്ജിത്തേനുണ്ട് ഇവിടെ. അത് കൂടാതെ 2 ആൾക്കാർ, നമ്മുടെ ചേട്ടനും ചേച്ചി കേട്ടോ. മധുചേട്ടനും. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ആശ ചേച്ചി. യെസ്. ചേട്ടാ, എന്താണ് അഭിപ്രായം? പറഞ്ഞേ, ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. എവിടെയാണ്, എവിടെയാണ്, എങ്ങനെ വന്നു? ഞാനിവിടെ ഇവിടുന്ന് 25 കിലോമീറ്റർ ബർവാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചിക്കൻ കറി, അതിനിടയ്ക്ക് ചിക്കൻ കറി വന്നു. ബർവാലക്ക് ചിക്കൻ കറി കിട്ടാത്തില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. അതെ. അപ്പം ഞാനിവിടെ ഈ നാട്ടിൽ വന്നിട്ട് 8 മാസമായി. എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. എയർഫോഴ്സിൽ വിംഗ് കമാൻഡറാണ്. എൻ്റെ ശരിക്കും പേര് ശ്രീനിവാസൻ എന്നാണ്. എന്തായാലും നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. ബ്രോ ഇവിടെ ഉണ്ട് കേട്ടോ. ബ്രോ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനും ചേച്ചിയും തന്നെ അപ്പച്ചിയുടെ മോനാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് നാളിന് ശേഷം ഇപ്പോൾ കാണുന്നത്. എന്തായാലും കണ്ടപ്പോൾ എല്ലാവരും ഒരുമിച്ച് കണ്ടു. ചേട്ടന്മാരെ എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടു. ഇനി ഇവിടുന്ന് നമ്മൾ നാളെ നല്ല റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുക. ഇനിയും പോയിട്ട് ബാക്കി എന്താ പറയുക ടൈലൻ്റൊന്നും എടുക്കുന്നില്ല. ഫുഡ് കഴിക്കുന്നു, നേരെ വീട്ടിൽ പോകുന്നു, പാക്ക് ചെയ്യുന്നു, കിടക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കാണാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പം ബൈ.